റെഡി? റെഡി. എന്നാ പിന്നെ ആ ഗിഫ്റ്റ്. ഇക്കയുടെ അടുത്ത് നിപ്പുണ്ട്. കണ്ണും കട്ടി അങ്ങ് നിക്കുകയാണല്ലോ. എന്റെ അടുത്ത് നിപ്പുണ്ടോ? പിന്നെ എവിടെ നിപ്പുണ്ട്? ആ ജെട്ടല്ലോട്ടല്ല. സൂപ്പർ സൂപ്പർ. ഇനി നിങ്ങൾ ഇക്കയുടെ മുഖത്തോടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഷാനിക്ക, അദ്ദേഹം വീർക്കുന്നു, അദ്ദേഹം ഞെട്ടുന്നു. അതെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്താണ് ഇവിടെ? ഷാനിക്കയുടെ വിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റിയ ആളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ല, ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയണ്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയുന്നതാണല്ലോ. അത്ര കണ്ടറിഞ്ഞൂടാ, എന്തെങ്കിലും കൂടെ കുറച്ച് അറിഞ്ഞാ കൊള്ളാം. അതെ, പറയൂ ഡാഡി, ഷാനിക്ക് എങ്ങനെയായിരുന്നു ചെറുതിലെ? ഇപ്പോഴേ ഭയങ്കര കുരുത്തക്കേടാ. ചെറുതിലെ കുഞ്ഞായിരുന്നു. ചെറുതിലെ കുഞ്ഞായിരുന്നു. അത് അല്ല, അവനെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത്, അവൻ ഇന്നിങ്ങനെ നിൽക്കുമ്പോ അതെല്ലാം അവന്റെ സ്വന്തം കഴിവുകൊണ്ടുണ്ടാക്കി എടുത്തതാണ്. അല്ലാതെ അതിന്റെ പുറകിലാരും ഉണ്ടായിരുന്നില്ല എന്നുള്ള മാത്രമേ പറയാൻ. അല്ല, ഷാനിക്ക് ഇവിടെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആർക്കും, ഫാമിലിയിൽ ആർക്കും ഒരു റിലേഷനും ഇല്ല. അത് ശരിയാണ്, ആർക്കും ഇല്ല. അപ്പൊ ഷാനിക്ക് ഇങ്ങനെ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തപ്പോ ഡാഡിക്ക് എങ്ങനെയായിരുന്നു? അല്ല, എനിക്ക് അങ്ങനെ മക്കളെ പറ്റിയിട്ട് ഇങ്ങനെ ഇന്ന ആളാവണം, ഇന്ന രീതിയിലാവണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവരവരുടെ കഴിവും ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഡാഡി എന്നെ എന്റെ പാട്ടിനങ്ങ് വിട്ടു. പാട്ടിന് വിട്ടു. അതെ, പാട്ടിന് വിട്ടു. അതെ, അത് തന്നെയാണ് അതിന്റെ സത്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പൊ സമ്മതിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അന്ന് കരാട്ടെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കത് എവിടെ കീബോർഡ് പഠിക്കണം, കീബോർഡ് പഠിക്കണം, അത് ശരി കീബോർഡ് പഠിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു 2 ആഴ്ച കീബോർഡ് ക്ലാസ്, 2 വെള്ളിയാഴ്ചകൾ അല്ലേ, അത്രയേ ഉള്ളൂ. 2 വെള്ളിയാഴ്ചകളിൽ നിന്ന് പോയി ഒരു ഗുജറാത്തി മാഷ് എന്തൊക്കെയോ പറഞ്ഞു തന്ന് അപ്പൊ തന്നെ നമ്മൾ അവിടെ നിന്ന് നാട് വിട്ട് തിരിച്ചിവിടെ എത്തി. പക്ഷെ യുനോ എൻ്റെ ലൈഫിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ 8th സ്റ്റാൻഡേർഡ് വരെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. 8th സ്റ്റാൻഡേർഡ് വരെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ അവിടെ റാസൽ ഖൈമയിൽ ഒന്നിച്ചായിരുന്നു. ഈ 8ാം ക്ലാസ്സിന് ശേഷം നമ്മളെല്ലാവരും കൂടെ, അതായത് ഞാൻ, മമ്മി, എൻ്റെ അനിയത്തി, അനിയൻ, നമ്മളെല്ലാവരും മാത്രം ഈ നാട്ടിലേക്ക് വരുമ്പം ഈ മനുഷ്യൻ അനുഭവിച്ച ഒരു വേദന എന്തായിരിക്കും എന്നുള്ളതൊന്ന് ഓർത്തു നോക്കിയാൽ മതി. അത്രയും വർഷം ഒന്നിച്ച് നിന്നിട്ട് പക്ഷെ എവിടെയും തളർന്നിട്ടില്ല. കല്ല് പോലെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഇങ്ങനെ, ഇപ്പം ചെറുമക്കൾക്കും വേണ്ടി ഹാപ്പി ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു. പ്രൗഡ് ഫാദർ ആൻഡ് പ്രൗഡ് സൺ. കുറെ സന്തോഷം രണ്ടുപേരെയും കണ്ടതിൽ, കുറെ സന്തോഷം. ഡാഡി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഡാഡി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ. നമ്മള് ഷാനിക്കയുടെ വീട്ടിലേക്ക് കാലിക്കട്ട് ചെല്ലുമ്പം ലൈലമമ്മി ഇപ്പോഴും കിച്ചൺ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പൂരി എന്ന് പറഞ്ഞാൽ 10-40 പൂരി, ചെറിയ വട്ടത്തിലുള്ള ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബിരിയാണി. ഡാഡി ഇങ്ങനെ കൂളായിട്ട് കഴിക്കും, 2 പൂരി എടുത്ത് കഴിക്കും. നിങ്ങൾ ഇന്ന് പോകുന്നുണ്ടോ? ഡാഡി ഇന്ന് പോകും. പോകുന്നില്ലേ? ഒന്നിലിടുന്നു. എല്ലാം ഓക്കെയാണ്. കൂൾ മനുഷ്യൻ, കൂൾ. അതായത് പല പല ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കും. അത് കൂളായിട്ട് അപ്രോച്ച് ചെയ്ത് കൂടെ ഉള്ളവരെയും കൂടെ കൂളാക്കുന്ന ഒരു പ്രത്യേകതരം മനുഷ്യൻ. സതീഷ് ഭായ് താങ്ക് യു സോ മച്ച്. സതീഷ് ഭായ്, ഉള്ളിൽ തട്ടിയിട്ട് പറയാൻ ഞാനിതെന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല.
ഞങ്ങളും ഓ ഞാൻ ഞാൻ റയാനൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അതൊക്കെ ചെറുത്. ചെറുതില് ഷാനിക്കയെ കൊണ്ടുവരുന്ന എന്തെങ്കിലും വൃത്തികെട്ട സ്വഭാവം എല്ലാം ഉണ്ടേ പറഞ്ഞു. ഞാൻ ചോദിക്കാൻ വരും ഷാനിക്ക് ഇത് കഴിയുമ്പോ എന്നെ തല്ലിക്കൊല്ലോ. ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാലും ഒരു കുരുത്തക്കേട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് പറ ഷാനിക്ക. ഒന്നാലും മോനെ വിട്ട് പറയത്തില്ല. ആണല്ലേ? നമുക്കിപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാം. 10-40 അങ്ങനെ ശരിക്കും ഡാഡിന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഫ്രണ്ടാണ്, എന്നും ഫ്രണ്ടാണ്. താങ്ക് യു സോ മച്ച് ജീവച്ചേട്ടാ ആൻഡ് ഡാഡി. ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഡേയില് ഷാനിക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നതില്. ഇതാണ് സാക്ഷാൽ അബ്ദുൾ റഹ്മാൻ. ഷാനിക്കയുടെ പാസ്പോർട്ടിലെ പേര് അറിയോ? എന്നോടുള്ള ഡീലിംഗ് എങ്ങനെ നോക്കട്ടെ. കേക്കൊക്കെ വരാനില്ലേ? കഴിഞ്ഞ് എന്നോടുള്ള ഡീലിംഗിൽ എന്തെങ്കിലും ഇത് വന്നാൽ ഞാൻ അപ്പൊ അത് പോകുന്നതിന് ഞാനത് പറഞ്ഞിട്ടു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിന്റെ പാസ്പോർട്ടിലെ പേരും പറയും. അതിന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതല്ലേ എനിക്ക് ധൈര്യം. അഖിലായിരിക്കും പറയാൻ പോലെ. സുഹൃത്തുക്കളെ, എന്റെ പേര് അഖിലാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാ. അത് ഇവളുണ്ടല്ലോ, ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നാറ്റിച്ചതാ. ചേട്ടന്റെ പേര് അഖിൽ എന്നല്ലേ? അതെ. ഞാൻ ഇന്റർവ്യൂ ആണോ? ഞാൻ ബൈറ്റൊന്ന് ഇന്റർവ്യൂ ആണോ? അതേപോലൊരു പേര് ഷാനിക്കുണ്ട്. ഇവിടെ ഒരു ചൊറിച്ചിൽ കണ്ട ഒരു ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ പേരിന്റെ പ്രസക്തി, ആ പേരിന്റെ ഒരു പവർ എത്രത്തോളം. എന്നാലും അറിയാനൊരു സാറിന് അറിയണം. സദാശിവൻ എനിക്കും അറിയണം. ഞാൻ പിന്നെ പറഞ്ഞു. കേക്ക് കട്ട് ചെയ്യാം. ആണല്ലേ? കുറച്ചു നേരം ഇടയ്ക്ക് നിൽക്കട്ടെ. കേക്ക് ഉണ്ടോ? ഒഴിവാ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. Boys, yes. Once again, happy birthday, Shan Rahman. Happy birthday, darling. Happy birthday to you. Happy birthday to you. Happy birthday, dear Shankar. Happy birthday.